അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര ആദർശ വിശ്വാസങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഹോദരന്മാർക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. പാർട്ടിയുടെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, പ്രവർത്തകരെ, കർമ്മോത്സുകരും കർമ്മധീരരുമായ SDPIയുടെ സഹോദരങ്ങളെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അഭിവന്ദ്യരായ നാട്ടുകാരെ, ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, വഖഫ് സംരക്ഷണ സമ്മേളനം എന്ന നിലവിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കുകയും ഇപ്പോൾ നിയമമായി പ്രാബല്യത്തിൽ വരികയും എന്നാൽ സുപ്രീം കോടതി നിലവിലുള്ള വഖഫ് സ്വത്തുക്കളുടെ തൽസ്ഥിതി തുടരണമെന്നും ആവശ്യപ്പെട്ട് വളരെ സങ്കീർണമായ ഒരവസ്ഥയിൽ നിലകൊള്ളുന്ന ഈ വഖഫ് ഭേദഗതി ആക്ടിനെതിരെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. സുപ്രീം കോടതിയിൽ ഈ നിയമത്തിനെതിരെ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ നിയമ നടപടിയുമായി അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ആദ്യ പ്രതികരണം തന്നെ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് എതിരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക, വംശീയമായി നിഷ്കാസനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം രൂപീകരിക്കപ്പെട്ട തങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ സാങ്കേതികമായ പിന്തുണയോടുകൂടി പാസാക്കപ്പെട്ട ഈ നിയമം അത് പിൻവലിക്കണം. അത് പിൻവലിക്കുന്നത് വരെ രാജ്യത്തെ മുസ്ലിമീങ്ങളും മറ്റു മതേതര കക്ഷികളും ഈ നിയമത്തിനെതിരെ ശക്തമായി സമരം ചെയ്തുകൊണ്ടേയിരിക്കും, തങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഭരണകൂടത്തെ നാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം രാജ്യത്ത് ഈ നിയമം പാസാക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഈ ബിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ ബില്ലിന്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശീയ തലത്തിൽ രാജ്യത്തുടനീളം ഈ ബില്ലിന്റെ ഭേദഗതിക്കെതിരെ അതിശക്തമായി പ്രതിഷേധ രംഗത്തിറങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് വിഷയാവതരണം നടത്താൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി രാജ്യത്ത് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് അസന്നിഗ്ധമായി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇവിടെ എന്താണ് വഖഫ്? അത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വഖഫ് എന്താണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കേണ്ടതുണ്ട്. വഖഫ് എന്ന വാക്ക് ഒരു അറബി പദമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ പിടിച്ചുവെക്കൽ എന്നാണ് ഭാഷാപരമായി അതിന്റെ അർത്ഥം. എന്നാൽ സാങ്കേതികമായി വഖഫ് ഉപയോഗിച്ചു വരുന്നത് ഇസ്ലാമിന്റെ ശരീഅത്തിൽ അത് ഉപയോഗിച്ചു വരുന്നത് ഒരു വസ്തു, ആ വസ്തുവിന്റെ ഉപകാരം എടുക്കുന്ന വിധം ആ വസ്തു നശിച്ചു പോകാതെ അത് മതപരമായ ആവശ്യങ്ങൾക്കും ജീവകാരുണ്യപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അത് നൽകുക, അതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ നാട്ടില് ലാൻഡുകൾ, ഭൂമികൾ വഖഫ് ചെയ്തവരുണ്ട്. നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങൾ വഖഫ് ചെയ്തവരുണ്ട്. നമ്മുടെ നാടുകളിൽ ഒരുപാട് കിണറുകൾ, മുസാഫർഖാനകൾ, ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന സാധനങ്ങൾ എല്ലാം വഖഫ് ചെയ്യാം. വഖഫിന്റെ ഇസ്ലാമികമായ നിയമം ആ വസ്തു നശിച്ചു പോകാതെ അതിൽ നിന്ന് ഉപകാരം ലഭിക്കണമെന്നുള്ളതാണ്, പ്രയോജനം ലഭിക്കണമെന്നുള്ളതാണ്.
അതുകൊണ്ട് ലാൻഡുകൾ, അതുപോലെ ബിൽഡിങ്ങുകൾ, നമ്മുടെ പള്ളികളിലുള്ള AC-കൾ, അതുപോലെ ലൈറ്റുകൾ, ഫാനുകൾ, ഇതെല്ലാം മൗഖൂഫാണ്. ഇതൊക്കെ വഖഫ് ചെയ്യാം. എന്നാൽ മെഴുകുതിരി വഖഫ് ചെയ്യാൻ പറ്റൂല. എന്താ കാരണം? മെഴുകുതിരിയിൽ നിന്ന് വെളിച്ചം എന്ന ഉപകാരം കിട്ടുന്നുണ്ട് എങ്കിലും ആ മെഴുകുതിരി നശിച്ചു പോകും. അതുകൊണ്ട് അത് വഖഫായിട്ട് പരിഗണിക്കപ്പെടുകയില്ല, അത് ദാനമായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ. വസ്തു നശിക്കാതെ അതിന്റെ പ്രയോജനം എടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ മാത്രമാണ് വഖഫ് ചെയ്യൽ. ഈ വഖഫ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ധാർമ്മികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വഖഫ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തൽഹാ റളിയല്ലാഹു അൻഹു തന്റെ ഏറ്റവും മനോഹരമായ വിലപിടിപ്പുള്ള ഒരു തോട്ടം അള്ളാഹുവിന്റെ പ്രവാചകനോട് വന്നിട്ട് ഇത് ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിന്റെ ഭാഗമായി ലഭിച്ച ഭൂമി അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പാവപ്പെട്ട ആളുകൾക്ക് മദീനത്ത് വന്നപ്പം അവിടുന്ന് വെള്ളം കുടിക്കാനില്ല, വെള്ളം പണം കൊടുത്തിട്ട് സ്വീകരിക്കണം, വാങ്ങിക്കണം. അങ്ങനെ ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് ആ മദീനത്തുള്ള ഒരു കിണർ വാങ്ങി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ദാനം ചെയ്തതായി, വഖഫ് ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതിന്റെ തുടർച്ചയെന്നോണം ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ, നമ്മുടെ രാജ്യത്തടക്കം, ഇന്ത്യ രാജ്യത്തടക്കം വഖഫായി പല ആവശ്യങ്ങൾക്കായി ഇന്ന് നിലകൊള്ളുന്ന കോടിക്കണക്കിന് മസ്ജിദുകൾ മൗഖൂഫാണ്. അത് നിലകൊള്ളുന്ന സ്ഥലങ്ങൾ വഖഫ് ചെയ്യപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിലടക്കമുള്ള ചെറിയ മദ്രസകൾ മുതൽ വലിയ അറബി കോളേജുകൾ വരെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളും ഏക്കർ കണക്കിന് സ്ഥലങ്ങളും മൗഖൂഫ് ചെയ്യപ്പെട്ടതാണ്, വഖഫ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം മുസാഫിർ ഖാനകളുണ്ട്, മെഹ്മാൻ ഖാനകളുണ്ട്. അഥവാ യാത്രക്കാർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന, അഭയം നൽകുന്ന, താമസിക്കാനുള്ള സൗകര്യം നൽകുന്ന മുസാഫിർ ഖാനകൾ. ഇതൊക്കെ മൗഖൂഫുകളാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കേരളത്തിലടക്കം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിലകൊള്ളുന്ന ഒരു വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഈ ലാൻഡുകൾ അഥവാ സ്ഥാവര ജംഗമ വസ്തുക്കൾ അടങ്ങുന്ന വഖഫ് സ്വത്തുകൾ അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തും ധാരാളമുണ്ട്. ഇന്ത്യ രാജ്യത്ത് കണക്കനുസരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് 8 ചില്ലാൻ ലക്ഷം പ്രോപ്പർട്ടികൾ നമ്മുടെ രാജ്യത്ത് വഖഫാണ്. അതുപോലെ 9 ചില്ലാനം ലക്ഷം ഏക്കർ ഭൂമി മൗഖൂഫാണ്, വഖഫ് ചെയ്യപ്പെട്ടതുണ്ട്. പൊതുവിൽ കണക്കുകൾ പറയപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി കഴിഞ്ഞാൽ, റെയിൽവേ മിനിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഓണർഷിപ്പ് ഒരിക്കലും വഖഫ് ബോർഡിനില്ല. എന്നാൽ ഈ സ്വത്തുക്കൾ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് വഖഫ് ബോർഡാണ് എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താ? അത്രയും കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ കണ്ണായ സ്ഥലങ്ങളിൽ മുഴുവനും പരന്നു കിടക്കുന്നുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുണ്ട്. ക്രൈസ്തവ ജനവിഭാഗത്തിന് സത്യത്തിൽ ഇതിനേക്കാളും ഒരുപക്ഷെ സ്ഥലങ്ങൾ ഉണ്ടാകാം. പക്ഷെ രേഖാപരമായി ഇപ്പോ പറയപ്പെടുന്നത് മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്താണ് ഏറ്റവും കൂടുതൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള നിലക്കുള്ളത് എന്നാണ്. ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡിനും മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ഹൈന്ദവ എൻഡോമെന്റ് സിസ്റ്റത്തിലുള്ള മറ്റു ബോർഡുകൾക്കുമൊക്കെ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ണായ സ്ഥലങ്ങളിൽ ഇന്ന് നമ്മുടെ ഡൽഹിയിലടക്കം, ഇത് പറയാൻ കാരണം ഡൽഹിയിൽ BJP ഭരണകൂടം 123ഓളം വഖഫ് സ്വത്തുകൾ അവർ പിടിച്ചടക്കി.
ഇപ്പോ നിങ്ങൾക്കറിയാം, UP-യിലെ പല ജില്ലകളിലും അവിടെ പള്ളികളും മദ്രസകളും പൊളിക്കുന്നത് ഇതൊന്നും വഖഫ് സ്വത്തുക്കളല്ല എന്ന് പറഞ്ഞ് ഈ നിയമത്തിന്റെ പിൻബലത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ പ്രോപ്പർട്ടി ഉള്ള, കൂടുതൽ സമ്പത്തുള്ള ഈ വഖഫ് മുസ്ലിമീങ്ങൾക്ക്, ന്യൂനപക്ഷമായ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്കറിയാം, ചരിത്രമറിയാം. ഒന്ന്, അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ, പ്രത്യേകിച്ച് മരണശേഷമുള്ള ജീവിതത്തിൽ ആ ആത്മശാന്തി കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടണമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി സാധാരണക്കാരായ മനുഷ്യർ നൽകിയ ഒരുപാട് സമ്പത്തുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നമ്മുടെ പള്ളികൾ വരെ നിൽക്കുന്നത് പഴയ കാലത്ത് ചരിത്രം അന്വേഷിച്ചു പോയാൽ നമുക്കറിയാൻ കഴിയും. നാട്ടിലെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പണപ്പിരിവ് നടത്തിയിട്ടോ സ്ഥലം വാങ്ങിച്ചതാണ്. ആ സ്ഥലം മൗഖൂഫാണ്. അങ്ങനെ ഇത് ആരുടെയും, നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഒന്നും ഔദാര്യമായിട്ട് നൽകിയതല്ല. നേരെ മറിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള നാണയത്തുട്ടുകൾ കൊണ്ടാണ് ഈ മൗഖൂഫായ ഭൂമികൾ മുഴുവനും വാങ്ങിച്ചിട്ടുള്ളത്. എന്നാൽ ചില നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ 500 വർഷത്തോളം പഴക്കമുള്ള ഭൂമികളൊക്കെ ഉണ്ട്. അത് ഇത്ര ധാരാളം ഭൂമി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അത് നേരത്തെ ഇവിടെ ഭരണം നടത്തിയിരുന്നത്, ഇന്ത്യയിലെ ഭരണം നടത്തിയിരുന്ന മുഗള രാജാക്കന്മാർ, സുൽത്താൻമാർ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് മുഗള രാജാക്കന്മാരും സുൽത്താനുമാരുമാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് ധാരാളം ഭൂമികൾ, ആ ഭൂമികൾ വഖഫിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ നൽകി. നമുക്കറിയാലോ, ഇപ്പൊ ഏറ്റവും വിവാദമായിട്ടുള്ള മുനമ്പം വിഷയം എന്താ? ഫാറൂഖ് കോളേജ് എന്നുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ അവിടെ ഒരു സേട്ട് മുനമ്പത്ത്, എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് 404 ഏക്കർ ഭൂമി സൗജന്യമായിട്ട് നൽകുകയാണ്. അതിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ട് ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ നൽകിയിട്ടുള്ള ഈ ഭൂമികളാണ് വഖഫ് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കൊടുക്കാനുണ്ടായ പ്രത്യേകമായ ഒരു സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് നമ്മെ പഠിപ്പിച്ചു. ഒരു മുസ്ലിം മരണപ്പെട്ടു പോയാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. 3 അമലുകൾ ഒഴികെ. 3 അമലുകൾ ഒഴികെ. ഏതാ? ഒന്ന് അതിൽ പറഞ്ഞത് സദഖത്തുൻ ജാരിയ എന്നാണ്. ജാരിയായ സദഖ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ വസ്തു നിലനിൽക്കെ അതിൽ നിന്ന് പ്രയോജനം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്ന സദഖക്കാണ് ജാരിയ സദഖ. ആ ജാരിയായ സദഖയുടെ ശറഹായി, വിശദീകരണമായി പണ്ഡിതന്മാര് എഴുതി വെച്ചിട്ടുള്ളത് അത് മൗഖൂഫായ, വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ എന്നുള്ളതാണ്. അപ്പോ അത് വഖഫ് ചെയ്യപ്പെട്ട ആളുകളുടെ ലക്ഷ്യം, അവർ ഖബറിൽ കടക്കുമ്പോ അവരെ പാരത്രികമായ മോക്ഷത്തിന് ആവശ്യമായിട്ടുള്ള പ്രതിഫലം ആ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും. ഈ മൗഖൂഫിലൂടെ അവിടെ 6 ഉപകാരം എടുത്തുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ വസ്തു ഉപയോഗപ്പെടുത്തുന്നുവോ, അത് വെളിച്ചമായോ, അത് വരുമാനമായോ, അത് പടച്ച റബ്ബിന്റെ സ്തുതികീർത്തനങ്ങൾ ഉയരുന്ന മസ്ജിദുകളായോ, അത് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടിരിക്കുന്ന വൈജ്ഞാനികമായ കേന്ദ്രങ്ങളായോ, ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ഖബറിലേക്ക്. അതിനു വേണ്ടി ദാനം ചെയ്തതാണ് ഈ വഖഫ് ഭൂമി. അതുകൊണ്ട് തന്നെ കട്ടായമായിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പൂർവികന്മാർ അവരുടെ കരള് പറിച്ചെടുത്തുകൊണ്ട് ഈ ഉമ്മത്തിന്റെയും ജീവകാരുണ്യ മേഖലയിലും ദാനം ചെയ്തിട്ടുള്ള ഈ ഭൂമി പിടിച്ചടക്കാൻ വന്നാൽ ജീവൻ കൊടുത്തും അതിനെതിരെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ അന്യായമായിട്ട് കവർന്നെടുക്കാൻ വരുന്ന കൊള്ള സംഘത്തിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഏത്തമിടുന്ന വിഭാഗമല്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്ന ചരിത്ര യാഥാർത്ഥ്യം. അത് ബോധ്യമുണ്ടാകണം ഈ പിടിച്ചടക്കാൻ വരുന്ന കൊള്ള സംഘത്തിന് എന്നുള്ള സൂചന നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
പ്രിയമുള്ളവരെ, എന്ത് നെറികേടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് പകൽക്കൊള്ളയല്ലേ? ഇത് വൃത്തികെട്ട പകൽക്കൊള്ളയല്ലേ സഹോദരങ്ങളെ? ഇത് നമ്മുടെ നാട്ടിലുള്ള ഭൂമികളൊക്കെ, മുസ്ലിമീങ്ങൾക്ക് കുറെ ഭൂമിയുണ്ട്, വഖഫ് ചെയ്യപ്പെട്ട ഭൂമി. അത് അവരുടെ പൂർവികന്മാർ നൽകിയത്, അത് ഇസ്ലാമികമായി നൽകിയത്, അത് ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. അങ്ങനെയുള്ള ഭൂമികള്, കണ്ണായ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളത് പിടിച്ചെടുക്കാൻ പോകുകയാണ്. അതിനെ പറ്റിയ ഒരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് വഖഫ് ഭൂമികൾ മുഴുവനും പിടിച്ചടക്കാമെന്നാണ്. 40-ലേറെ ഭേദഗതി അതിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിയണം. ഈ ഭേദഗതി മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അതിന്റെ അപകടത്തിന്റെ ഭീകരമായ അവസ്ഥ അത് വായിക്കുക, അല്ലെങ്കിൽ വായിച്ചവരിൽ നിന്ന് അത് കൃത്യമായിട്ട് അതിന്റെ വിശകലനം, അനാലിസിസ് കേൾക്കുക. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നിലവിലുള്ള വഖഫിന്റെ താല്പര്യം എന്താണോ, ഇസ്ലാമികമായ താല്പര്യം എന്താണോ, അത് മുഴുവനും തകർക്കുക എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വരെ അതൊക്കെ നമുക്ക് അന്യാധീനപ്പെടാൻ പോവുകയാണ്. ഞാൻ വെറുതെ പറയല്ല, നിയമക്കുരുക്കുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം, വിശദീകരണങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം, അതിന്റെ ഭയാനകമായ ഭീകരമായ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി നമുക്കറിയാം, മുമ്പൊക്കെ വാക്കാൽ വഖഫ് ചെയ്യപ്പെട്ട നമ്മുടെ സ്വത്തുക്കളുണ്ട്. അതിലൊരു പക്ഷേ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടാകും, പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടാകും. അതിന് കൃത്യമായ രേഖകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നികുതി അടക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് നികുതി അടക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്നും പോരാ. അതിന്റെ അടിയാധാരം പരിശോധിച്ചിട്ട് അതിന്റെ അങ്ങേയറ്റത്തെ ആധാരവുമില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ വന്നിട്ട് നമ്മുടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം നിൽക്കുന്ന ചവക്കാട് ഏതെങ്കിലും ഒരു മഹല്ലിൽ, ആ മഹല്ലിലെ ആ പള്ളി അത് മൗഖൂഫായ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയല്ല, അതിന് രേഖകളില്ല എന്ന് പറഞ്ഞാൽ കലക്ടർക്ക് ഒരു പരാതി കൊടുത്താൽ മതി. ആ കലക്ടർ ഒരു സംഘി ചായ്വുള്ള ആളാണെങ്കിൽ അത് തർക്കമന്ദിരമായി ആ നിമിഷം കലക്ടർക്ക് പ്രഖ്യാപിക്കാം, ഇത് തർക്ക പ്രദേശമാണ്, കൃത്യമായ രേഖയില്ല, അതുകൊണ്ട് ആ നിമിഷം മുതൽ അത് മൗഖൂഫല്ല, അത് വഖഫായിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന് വന്നുകൊണ്ട് അത് ക്ലോസ് ചെയ്യാം. ഇനി ആ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയാം, ആ മദ്രസ പൂട്ടിയിടണം എന്ന് പറയാം. ഇത്രക്കും അപകടകരമായിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം 2025 ഇവിടെ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള അതിന്റെ ഭീകരമായ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ആക്ടിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് പറയേണ്ടതുണ്ട്. എന്താണ് വഖഫ് നിയമം? ഇത് ഇങ്ങനെ ഒരുപാട് ഭൂമികൾ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത്. എന്തിനാണ് പിന്നെ വഖഫ് ആക്ട്, വഖഫ് നിയമം എന്തിനാണ്? ഈ വഖഫ് നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള ഒരു രാജ്യമാകുമ്പം ആ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ സ്വത്താണ്. മുസ്ലിങ്ങളുടെ സ്വത്തൊന്നും ശരിക്കും പറയാൻ പറ്റൂല കേട്ടോ. മുസ്ലിമീങ്ങളുടെ സ്വത്തെന്ന് പറയാൻ പറ്റൂല, അള്ളാഹുവിന്റെ സ്വത്തിനെ വഖഫിനെ സംബന്ധിച്ച് പറയാൻ പറ്റുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് പോലും അതിൽ ഓണർഷിപ്പ് ഇല്ല. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലുള്ള ഒരു പള്ളി, ഒരു മദ്രസ, ആ മദ്രസയും അതിന്റെ സ്ഥലങ്ങളും, അല്ലെങ്കിൽ അതിന്റെ ഒരു 5 സെന്റ് സ്ഥലം, ആ സ്ഥലം ആ നാട്ടിലെ പള്ളി കമ്മിറ്റിയും നാട്ടുകാരും തീരുമാനിക്കാണ് നമുക്കത് വിൽക്കാമെന്ന്. ആ വിൽപ്പന ശരിയാകോ? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ആ വിൽപ്പന ശരിയാവില്ല. കാരണം എന്താ? അതിൽ മറ്റുള്ള കൈകാര്യം ഒന്നും പറ്റൂല. അതേപോലെ വഖഫ് ചെയ്ത വ്യക്തി ആ വഖഫ് ചെയ്യുന്നതോടുകൂടി ആ ഭൂമിയിൽ പിന്നെ അയാൾക്ക് ഒരു അധികാരവുമില്ല, അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് അധികാരമില്ല, അത് അവർക്ക് അങ്ങോട്ട് വരാനേ പറ്റൂല. നിന്റെ വാപ്പ വഖഫ് ചെയ്തതാണ്, ഞങ്ങൾക്ക് അവിടെ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് വേണം എന്ന് പറയാൻ ഒരു അധികാരമില്ല. കാരണം ആ ഭൂമി അള്ളാഹുവിന്റെ ഭൂമിയായി പോയി. അത് മനുഷ്യന്റെ ഉടമസ്ഥാവകാശത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് മാറുന്ന പ്രക്രിയയുടെ പേരാണ് മൗഖൂഫ് എന്ന്. അതുകൊണ്ട് ആര് തന്നെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ ഭൂമി പിടിച്ചടക്കി കഴിഞ്ഞാലും അത് നിങ്ങളുടേതാകുന്നില്ല, സ്വന്തമാകുന്നില്ല. അത് രാജ്യത്ത് നീതി പുലരുന്ന ഒരു ദിവസം അത് ഞങ്ങൾ പിടിച്ചു വാങ്ങിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
നിയമപരമായി, ഇസ്ലാമിക നിയമപരമായി, രാജ്യത്തിന്റെ നിയമം അടിസ്ഥാനത്തിലും ഈ ഭൂമികളൊക്കെ പരിപാലിക്കാൻ വേണ്ടിയുള്ളതാണ് വഖഫ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഭൂമികളൊക്കെ ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ ഭൂമിയാണെങ്കിലും അത് പരിപാലനത്തിനും സംരക്ഷണത്തിനും രാജ്യത്തൊരു നിയമം വേണം. അതാരും കയ്യേറാൻ പാടില്ല. കയ്യേറാൻ എന്ന് പറയുമ്പോഴേ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മൾ കോടിക്കണക്കിന് രൂപന്റെ, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം, സച്ചാർ കമ്മിറ്റി രജീന്ദർ സച്ചാർ വളരെ കൃത്യമായി ഇന്ത്യ രാജ്യത്തുള്ള വഖഫ് ഭൂമികളെ സംബന്ധിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറയുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ നിലവിലുള്ള ഈ വഖഫ് സ്വത്തിനേക്കാളും കൂടുതൽ സ്വത്തുക്കൾ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കലാണ് മര്യാദ എന്ന് പറയുന്നത്, മാന്യത എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നഷ്ടപ്പെട്ട ഭൂമികൾക്ക് പുറമെ ഇനിയും നമ്മുടെ വഖഫ് ഭൂമികൾ മുഴുവനും കയ്യേറാം. നാടിന്റെ വള്ളുവനാടിന്റെ മലമളക്കുകളിലൂടെ പാട്ട് പാടി നടന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പൊന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരുമാറ് കാണിച്ചു കൊടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോര ചിന്തി മരിച്ചവരുടെ പിൻഗാമികളാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എന്ന കാര്യം മറന്നു പോകരുത്. ജയിലറകളിൽ ഹോമിക്കപ്പെട്ട ഒരുപാട് ജീവനുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയോ? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അഭിമാനത്തോടു കൂടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എന്റെ പ്രവർത്തകന്മാർക്ക് പറയാൻ കഴിയുന്നതാണ്, അതെ, ഈ വഖഫ് സംരക്ഷണത്തിന് വേണ്ടി ആദ്യത്തെ ഷഹീദ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റാണ് എന്ന് അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതാണ്. അറിയണോ നിങ്ങള്? ഈ രാജ്യത്തെ വഖഫ് പ്രക്ഷോഭങ്ങളിലൂടെ ഈ സംഘ് പരിവാർ ഭരണകൂടത്തിന്റെ ഉറക്കം കടത്തിയപ്പോൾ നിങ്ങളെ കുരുക്കിലിടാൻ, നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ദേശീയ പ്രസിഡന്റിനെ അവർ തുറങ്കിലടച്ചത്. ഉടനെ ഞാൻ ശ്രദ്ധിച്ചു, ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഈ ദുരുദ്ദേശം മനസ്സിലാക്കി അവരുടെ പ്രസ്താവനകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളെ കൽത്തുറങ്കിലടച്ചുകൊണ്ട്, ഞങ്ങളുടെ പൗര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ സാധിക്കുകയില്ല എന്നുള്ള ധീരമായ പ്രഖ്യാപനം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ നേതാക്കന്മാരില്ലെന്ന് വന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ടാണ് അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. ആത്മാർത്ഥമായി പള്ളികളുടെ, മദ്രസകളുടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, ഇസ്ലാമികമായ വഖഫ് ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ത്യാഗം ചെയ്യാൻ സന്നദ്ധമാവുകയും ചെയ്യുക ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് അന്തസ്സുണ്ട്, അഭിമാനബോധമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ നിയമം എന്ന് പറയുന്നത് രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമം ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായി. അവർ വഖഫ് ഭൂമി പിടിച്ചടക്കാൻ വേണ്ടി നിയമ ഭേദഗതികൾ നടത്തിയില്ല. അവർ നിയമങ്ങൾ ഉണ്ടാക്കി. രാജ്യം സ്വാതന്ത്ര്യമായി. 1954 ആദ്യമായി വഖഫ് ആക്ട് ഉണ്ടാക്കി. ആ വഖഫ് ആക്ടിലൂടെയും ഗവൺമെന്റ് ലക്ഷ്യം വെച്ചത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ വഖഫ് ഭൂമികൾ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് കയ്യേറ്റം ചെയ്യപ്പെടാൻ പാടില്ല, അത് അന്യാധീനപ്പെടാൻ പാടുന്നില്ല എന്ന സതുദ്ദേശം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. പിന്നീട് ചെറിയ ചെറിയ ഭേദഗതികൾ വന്നു. കാര്യമായി 1995 നിയമ ഭേദഗതി വന്നു. ആ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കാര്യമായി നമ്മുടെ വഖഫ് നിയമങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭേദഗതികളൊന്നും വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പ്രതികരിച്ചില്ല, ഒരു സംഘടനയും പ്രതികരിച്ചില്ല. കാരണം ആ ഭരണകൂടത്തിന്റെ ഉദ്ദേശം സതുദ്ദേശമായിരുന്നു. ഈ വഖഫ് ഭൂമികൾ നഷ്ടപ്പെടാൻ പാടില്ല, സംരക്ഷിക്കപ്പെടണം, നീതി വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പാർലമെന്റിൽ അന്ന് നിയമങ്ങൾ പാസാക്കിയത്. അന്ന് അതിനെ മുസ്ലിമുകൾ പിന്തുണക്കുകയുണ്ടായി. മുസ്ലിങ്ങളുടെ വികാരം ആ നിയമങ്ങൾക്ക് അനുകൂലമായിരുന്നു. ആരും പ്രതിഷേധിച്ചിട്ടില്ലല്ലോ. പിന്നീട് 2013 ചെറിയ ഭേദഗതി ഉണ്ടായി.
ഉണ്ടായി. അപ്പോഴും പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ വഖഫ് സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ഇവർ നടത്തുന്നത് വഖഫ് സംരക്ഷിക്കാനുള്ള നിയമമല്ല. 2025 40-ലേറെ വരുന്ന ഭേദഗതികളിലൂടെ വളരെ കൃത്യമായി ഈ വഖഫ് ഭൂമികളെ തകർക്കാൻ വേണ്ടിയുള്ള നിയമമാണ് എന്ന് രാജ്യത്തെ നിയമ വിദഗ്ധർക്ക്, മതേതര പ്രതിപക്ഷ വേദികളിലുള്ളവർക്ക്, മുസ്ലിം സംഘടനകൾക്ക്, സമുദായത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ് ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചത് പാർലമെന്റിൽ? അതിന് കാരണം മറ്റൊന്നുമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കടുക്കൽ കത്തിവെക്കുന്ന നിയമങ്ങളാണ്. ഇത് രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള നിയമങ്ങളാണ്. ഇത് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന നിയമമാണ്. ഇത് വർഗീയതയുണ്ടാക്കുന്ന നിയമമാണ്. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിയമമാണ്. ഈ നിയമ ഭേദഗതിക്ക് വേണ്ടി സംഘപരിവാർ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാലമായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെന്നും അസൂയാണല്ലോ, അവർക്കൊന്നും കണ്ണുകടിയാണ്. അവർക്ക് ഈ വഖഫ്, ഈ പള്ളി, ഈ മദ്രസ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ രണ്ടാം കിട പൗരന്മാരായിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടണം എന്നാണ് അവരുടെ വിചാരം. അതിനുവേണ്ടി വഖഫ് ഭൂമികള് സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഇതൊക്കെ പിടിച്ചെടുക്കണമെന്നുള്ള ഒരു പ്രചാരണം സംഘപരിവാർ ഒരുപാട് കാലമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രചാരണമാണ്. എന്നാൽ ഈയിടെയായി ഈ നിയമം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തിയ എന്താണ്? അത് നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ഒരു ഭൂമിയുണ്ട്, 5 സെന്റ് ഭൂമിയുണ്ട്. ആ ഭൂമി എങ്ങാനും ഒരു സുപ്രഭാതത്തിൽ അവിടെ ഈ ബോർഡ് വന്നിട്ട്, ഈ വഖഫ് ബോർഡ് വന്നിട്ട് ഈ ഭൂമി ചൂണ്ടിക്കാട്ടിയിട്ട് ഈ ഭൂമി അത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണ്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെയുള്ള കിരാതമായ നിയമമാണ് വഖഫ് നിയമം എന്നാണ് സംഘപരിവാറിന്റെ മന്ത്രി പൂങ്കവന്മാരടക്കമുള്ള ആളുകൾ പ്രചരിപ്പിച്ചു. വളരെ വ്യാപകമായിട്ട് ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി അതോടുകൂടി വഖഫ് ബോർഡിന്റെ ഭൂമിയായി. ഇതാരാ വിശ്വസിക്കാം? ഇതാരാ വിശ്വസിക്കാം? എത്ര വലിയ കള്ളപ്രചാരണമാണ്, എത്ര വലിയ നുണപ്രചാരണമാണ്. ഇത് പറയുന്നവർക്കറിയാലോ ഇത് സത്യമല്ല എന്ന്. രാജ്യത്തൊരു നിയമമുണ്ട്, അത് ഏത് ലാൻഡിനുണ്ട്, ഏത് പ്രോപ്പർട്ടിക്കുണ്ട്. എൻ്റെ ഭൂമിയിൽ വന്നിട്ട് വഖഫ് ബോർഡിനോ ദേവസ്വം ബോർഡിനോ ഗവൺമെന്റിനോ, പരമാധികാരമുള്ള ഒരു ഗവൺമെന്റിന് പോലും എൻ്റെ ഭൂമി തൊടാൻ കഴിയില്ല. എൻ്റെ കീഴിൽ രേഖയുള്ള ഒരു ഭൂമി ആർക്കും തൊടാൻ പറ്റും എന്നവിടെ സംഘപരിവാർ പ്രചരിപ്പിച്ചത് എന്താണ്? ഈ ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമി പിന്നെ വഖഫ് ബോർഡിന്റെ ഭൂമിയായി, നിങ്ങളെ ഭൂമി നഷ്ടപ്പെടാൻ പോവാണ്. പിന്നെ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ? അതൊരു മതപരമായ ബോർഡാണ്. വഖഫ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? അതൊരു മതപരമായ കോടതിയാണ്. ഇങ്ങനെ മതപരമായ കോടതിയും മതപരമായ ബോർഡും ഇതെന്താണ്? താലിബാനിസമാണോ എന്ന് ചോദിച്ചു അല്ലെ? ആ താലിബാനുമായിട്ട് ഇപ്പൊ സഖ്യത്തില് നമ്മുടെ രാജ്യം നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. വല്ലാത്തൊരു ബന്ധ. പഴയകാല തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തുള്ളവരൊക്കെ, നിങ്ങൾ SDPIക്കാരടക്കം താലിബാനികളും താലിബാനിസും എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നവരെ ഇപ്പൊ ആ താലിബാനികളുമായിട്ട്, നമ്മുടെ അഫ്ഗാനിസ്ഥാനുമായിട്ട്, താലിബാൻ ഭരിക്കുന്ന താലിബാനുമായിട്ട് ബന്ധം എന്താണ്? ഈ ചാണക ബുദ്ധിയുള്ള ഈ സംഘികൾ ഇത് ചോദിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ പഴയ കാലത്ത് ഞങ്ങളോടൊക്കെ പറഞ്ഞ താലിബാനികൾ തീവ്രവാദികളല്ലേ? ഇവിടെയുള്ള തീവ്രവാദികളൊക്കെ ഞങ്ങൾ താലിബാനികൾ എന്നാണല്ലോ വിളിച്ച്. അന്തിച്ചർച്ചയിൽ മുഴുവനും താലിബാനിസം, താലിബാനികൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ മുസ്ലിമീങ്ങൾ ആക്ഷേപിച്ചിരുന്നത്. ആ താലിബാനുമായിട്ട് എന്താണ് ഇപ്പോൾ നിങ്ങൾ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്, സൗഹൃദം സ്ഥാപിക്കുന്നത് എന്ന് ചോദിക്കാൻ ബുദ്ധി പണയപ്പെട്ടിട്ടില്ല എങ്കിൽ, തലച്ചോറിന് പകരം ചാണകമല്ല എങ്കിൽ ഒന്ന് ചോദിച്ചൂടെ? അപ്പോ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി എല്ലാം ആവാം. വെറുതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. നാളെ SDPIന്റെ പ്രവർത്തകന്മാരെ ഈ രാജ്യം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ രാജ്യം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെ തീവ്രവാദികളെ നിന്ന് വിളിക്കുന്നുവെങ്കിൽ, നിങ്ങളെ വർഗീയവാദികളെന്ന് വിളിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ നേതാക്കന്മാരെ ജയിലിൽ അടച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയാണ് ഈ മുന്നേറ്റം ആത്മാർത്ഥമായി ഈ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തുക തന്നെ ചെയ്യുന്നതാണ്. അന്ന് നിങ്ങളോടൊപ്പം നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചാപ്പ കുത്തുന്നവർ തന്നെ വരി വരിയായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കാലം വരും തലമുറയെങ്കിൽ വരും തലമുറ
തലമുറയിലെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്ന് തീവ്രവാദ ചാപ്പ കുത്തിയവരൊക്കെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നമ്മൾ വിഘടനവാദികളായിരുന്നു. അവിടെ പൂർവികന്മാർ അവരൊന്നിനും കൊള്ളാത്തവരായിരുന്നു. രാജ്യം പിന്നീട് ഭരിച്ച രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ പിടിച്ച് ജയിലിലിട്ടു തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ട്. ജവഹർലാൽ നെഹ്റുവിനെയും മോത്തിലാൽ നെഹ്റുവിനെയും ഒക്കെ പിടിച്ച് ജയിലിലിട്ടു. പക്ഷേ പിന്നീട് അബുൽ കലാം ആസാദിനെ പിടിച്ച് ജയിലിലിട്ടു. പിന്നീട് അവർ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികളായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന ബ്രിട്ടന്റെ സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രതിനിധി വന്ന് ചർച്ച ചെയ്യുന്നത് അതുവരെ വിഘടനവാദിയും തീവ്രവാദിയും രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള കൊള്ളരുതാത്തവരുമായി ചർച്ച ചെയ്തിട്ടാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരത്തിലേറുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുവരെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ കടന്നവരാണ് പിന്നീട് രാജ്യത്തിന്റെ ഭരണാധികാരികളായിട്ട് മാറുന്നത്. ഇത് ചരിത്രമാണ്. ഇന്ന് രാജ്യത്തിന്റെ മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി, ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നവർ ഇന്ന് ഭരണകൂടത്തിന്റെ കണ്ണിൽ അവർ തീവ്രവാദികളാകാം, മൗലികവാദികളാകാം, കുഴപ്പക്കാരാവാം. പക്ഷേ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോയി ജനകീയമായ അടിത്തറയോടുകൂടി ശക്തിപ്പെടുത്തുന്നതോടുകൂടി ഈ ധ്രുവീകരണത്തിന്റെയും വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വംശീയതയുടെയും ശക്തികളെ പരാജയപ്പെടുത്തി രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ രാജ്യത്തിന്റെ പിൻഗാമികളായി, അവരുടെ കയ്യിൽ ഭരണസാരഥ്യം ലഭിക്കുന്നവരായി ഈ രാജ്യത്തിന്റെ മക്കളായി നിങ്ങൾ മാറുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടിയുറച്ചു മുന്നേറുക, പതറാതെ മുന്നേറുക. ഭീകരതകൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ജയിലറുകൾക്ക് മുന്നിൽ, ആക്രമണങ്ങൾക്ക് മുന്നിൽ വഴിപ്പെട്ട് കീഴ്പ്പെട്ട് അടിമകളായി മാറാതിരിക്കുക. പ്രിയമുള്ളവരെ, സൂചിപ്പിക്കുകയാണ്, മടങ്ങി വരികയാണ് വഖഫിലേക്ക് തന്നെ. അതുകൊണ്ട് ഈ വഖഫ് നിയമത്തിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കുറെ കള്ളപ്രചാരണങ്ങൾ നടക്കും. നമ്മുടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, ഒരു കോമഡി മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി. നമ്മൾ ആ പള്ളികളിലൊക്കെ വന്നാണ്ട് ഇടക്കിടക്ക് പ്ലേറ്റ് തുടക്കും, ചട്ടി വടിക്കും, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയും വഖഫ് എന്ന കിരാത നിയമത്തെ ഞാൻ അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി നമുക്കുണ്ട്. കോമഡിയാണ്. ഇടക്കിടക്ക് സിനിമയിലുള്ള ഭാവമാറ്റങ്ങൾ പോലെ അദ്ദേഹം പല ഭാവങ്ങളിലും പല രൂപങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടും. ആ മാന്യനും പറഞ്ഞ എന്താ, ഈ 4 അക്ഷരം ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയും, ഈ കിരാത നിയമം അല്ലേ, ഈ കിരാത നിയമം അവസാനിപ്പിക്കുമെന്ന്. ഏതാ കിരാത നിയമം? വഖഫിന്റെ നിയമം. ഏതാണ് ഈ കിരാത നിയമം? ഈ പള്ളി കമ്മിറ്റിക്കാരെ സ്വീകരിച്ചിരിച്ചില്ലേ? പള്ളി കമ്മിറ്റിക്കാരെ കഞ്ഞി കൊടുത്തില്ലേ? വലിയ ആദരവോട് കൂടി വലിയ ശേഖനെ കൊണ്ടുവരുന്നമാര് കൊടുത്തിരിച്ചില്ലേ? നോമ്പുറപ്പിക്കാനും നോമ്പുറക്കാനൊക്കെ അവര് മനസ്സിലാക്കണം. ഏതാ കിരാത നിയമം? ഇത് അള്ളാഹുവിന്റെ നിയമം. അള്ളാഹുവിന്റെ നിയമത്തെ, അള്ളാഹുവിന്റെ ഭൂമി സംരക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ പ്രോപ്പർട്ടി സംരക്ഷിക്കുന്ന നിയമത്തെ, ആ നിയമത്തെ കിരാത നിയമമെന്ന് പറഞ്ഞവനെ ഭൂമാലയിട്ട് സ്വീകരിക്കുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും ഏറ്റവും വലിയ അനീതിയാണ്. ഏറ്റവും വലിയ അനീതി. അത് രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല, രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും മുസ്ലിമീങ്ങളും അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കിരാത നിയമക്കാണ്. അതുകൊണ്ട് ഇതിനൊരു ഭേദഗതി വേണം. മറ്റൊന്ന് പറഞ്ഞ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്നാണ്. നിലവിലുള്ള നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡിൽ തന്നെ നിർബന്ധമായ 2 സ്ത്രീകളുണ്ട്, ഉണ്ടാവണമെന്നുള്ളതാണ്. പക്ഷേ പേര് പറയൽ എങ്ങനെയാണ്? സ്ത്രീ സാന്നിധ്യം വേണം, ഇത് കിരാതമാണ്, ഇതിന് പരിഷ്കരണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നുണപ്രചാരണങ്ങൾ, കള്ളപ്രചാരണങ്ങൾ നടത്തിയിട്ടാണ്. എപ്പോഴും ഫാസിസത്തിന്റെ ഒരു രീതി അതാണ് കേട്ടോ. നുണപ്രചാരണങ്ങൾ, കള്ളത്തരങ്ങൾ, ആടിനെ പട്ടിയാക്കൽ, ഇങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഭൂമി, ആ ഭൂമി വഖഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അത് സ്വന്തമാക്കാൻ വേണ്ടി വഖഫ് ബോർഡ് വരും. അതുകൊണ്ട് ഈ നിയമത്തിനെതിരെ നമ്മൾ പ്രതികരിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദിക്കുന്നവന് അത് അസത്യമാണ് എന്നറിയാമെങ്കിലും അത് ഉൾക്കൊള്ളുന്നവൻ, അതിൽ കേൾക്കാൻ, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇനി തലയിൽ തലച്ചോറിന് പകരം ചാണകം നിറച്ച കുറച്ച് മനുഷ്യന്മാരുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണല്ലോ അവരങ്ങനെ പറയണത്. അല്ല,
ആളുകൾ ഇത് വിശ്വസിക്കൂല എന്നാണെങ്കിൽ അത് പറയൂലല്ലോ. ഞങ്ങൾ എന്ത് വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാലും തലച്ചോറിന്റെ പകരം ഉള്ളിൽ ചാണകം നിറച്ചവര് അത് വിശ്വസിക്കും, അവര് ജയ് ശ്രീരാം വിളിക്കും എന്നുള്ള ബോധ്യമുണ്ടായത് കൊണ്ടാണല്ലോ പ്രിയമുള്ളവരെ ഈ മന്ത്രി പൂങ്കവന്മാരടക്കം സംഘപരിവാറിന്റെയും BJP-യുടെയും നേതാക്കന്മാര് ഇതിങ്ങനെ നാടികൾക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗതികേടാണത്. എന്ത് വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാലും അത് മുസ്ലിമീങ്ങൾക്കെതിരെയാണോ, അവിടെ ബുദ്ധിയോ യുക്തിയോ വെച്ചിട്ടൊന്നും ചിന്തിക്കില്ല. അത് അപ്പടി അങ്ങ് അണ്ണാക്ക് തൊടാതെ വിടുകുന്ന ഒരുതരം ബുദ്ധിശൂന്യരായ ജനവിഭാഗം അന്ധവിശ്വാസികള് ഈ രാജ്യത്തിന്റെ പൊതുജനം കഴുതയാണ് എന്ന് വിശ്വസിക്കുന്ന ഈ നേതാക്കന്മാര് അങ്ങനെ കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മറു ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമ്മുടെ രാജ്യത്ത് കാര്യമായിട്ട് ആരുമില്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ ഇന്ന് ആരുമില്ലല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ കൽത്തുറങ്കിൽ അടക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, പഹൽഗാം അക്രമത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴേക്ക് അവനെതിരെ നിയമം കൊണ്ടുവന്ന് ജയിലിലടക്കുകയാണല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം പ്രിയമുള്ളവരെ. ചോദ്യം ചോദിക്കാൻ ആണുങ്ങളില്ല എങ്കിൽ ഇവിടെ ഈ ഗുണ്ടാ സംഘം നമ്മെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് മുസ്ലിമീങ്ങൾക്കെതിരെയാണെങ്കിൽ നാളെ ദളിതുകൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, പാവപ്പെട്ട കർഷകനെതിരെ, രാജ്യത്തെ ദരിദ്ര ജനവിഭാഗങ്ങൾക്കെതിരെ ഇവർ നിയമങ്ങളെ പടച്ചുണ്ടാക്കും, നിങ്ങളെ അടിമകളാക്കും. അടിമത്തത്തിന്റെ മുഖം വരേണ്ടി വരും. കഴിഞ്ഞകാല ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ പറയ പുലയ ജനവിഭാഗങ്ങളുടെ തൊട്ടുകൂടായ്മയുടെ തിണ്ടിക്കൂടായ്മയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ബ്രാഹ്മണ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന നിയമങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല. അതുകൊണ്ടാണ് ജനങ്ങളോട്, പൊതുജനങ്ങളോട്, കീഴാളവർഗത്തിനോട്, ന്യൂനപക്ഷങ്ങളോട് ഞങ്ങൾ പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരണാധികാരികളെ അസ്വസ്ഥരാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. ആ ചോദ്യങ്ങളാണ് SDPI ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങളാണ് SDPI ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അതിനെ എതിർത്തു. അതിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇനി ഈ ഭേദഗതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, നമ്മളെ നാട്ടിലൊക്കെ നേരത്തെ ഒരുപാട് കാലമായിട്ട് വഖഫായിട്ട് ഉപയോഗിച്ചു വരുന്ന ഭൂമികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 100, 200, 500 വർഷം നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഘപരിവാർ വിദ്വേഷ പ്രചാരണമൊക്കെ നടത്തുന്നതിന്റെ മുമ്പ് ഒരുപാട് ഹൈന്ദവ സഹോദരന്മാർ, പഴയ കാലത്ത് ജന്മി തമ്പുരാക്കന്മാർ, അന്ന് ഭൂമിക്കൊന്നും വലിയ വിലയില്ല. ആ വിലയില്ലാത്ത കാലത്ത് മുസ്ലിമീങ്ങൾ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 മുസ്ലിം കുടുംബം ഉണ്ടെങ്കിൽ അവിടുത്തെ ജന്മിമാർ അവരുടെ സ്ഥലങ്ങൾ പിന്നെ നമ്മുടെ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടിയൊക്കെ നൽകിയിരുന്നു. അങ്ങനെയുള്ള ഭൂമിയുണ്ട്. അന്ന് ജന്മിമാരോട് ആരും ആധാരം ചോദിക്കില്ല, രേഖ ചോദിക്കില്ല. അത് മര്യാദക്കേടാണ്. അങ്ങനെ അന്ന് ഉപയോഗിച്ചു വന്ന കുറേ ഭൂമികളുണ്ട്. 200 വർഷം 300 വർഷമൊക്കെ പഴക്കമുള്ള ഭൂമികൾ നമ്മുടെ കേരളത്തിലടക്കമുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ മസ്ജിദ് ഉണ്ടല്ലോ, ചേരമാൻ മസ്ജിദ്, അതൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ പലയിടങ്ങളിലും ഭൂമികൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിയാധാരങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇങ്ങനെ വഖഫ് ബൈ യൂസർ ആയിട്ട്, ഉപയോഗത്തിലൂടെ വഖഫായിട്ട് അംഗീകരിച്ചു വരുന്ന പഴയ കാലം മുതൽ തന്നെ പള്ളികളായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി, മദ്രസകളായിട്ടൊക്കെ തുടർന്ന് വരുന്ന നമ്മുടെ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങൾ രേഖകളില്ല എങ്കിൽ ഇനി മുതൽ ഗവൺമെന്റിന് കൊടുക്കണം. അത് പള്ളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല, അത് മദ്രസകളായിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. അത് അംഗീകരിച്ചു കൊടുക്കണോ? ഇത് അംഗീകരിച്ചു കൊടുക്കണോ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം. രണ്ടാമതൊന്ന്, ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. വളരെ രസകരമായ ക്ലോസുകളാണ് വെച്ചിട്ടുള്ളത്. നേരത്തെ വഖഫ് ആർക്കും ചെയ്യാം. ഒരു ഹൈന്ദവ സഹോദരന് വിചാരിക്കുകയാണ്, എന്റെ ഭൂമി 5 സെന്റ് പള്ളിക്ക് കൊടുക്കണം. അങ്ങനെ എത്ര സഹോദരന്മാർ, എത്ര ക്ഷേത്രത്തിന് വഴിയായിട്ട് മുസ്ലിമീങ്ങൾ വഴി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിലുള്ള ഒരു പരസ്പരമുള്ള സ്നേഹത്തിന്റെയും കൂട്ടായ്മയായിട്ടുള്ള ജീവിതത്തിന്റെ ഒക്കെ ഭാഗമാണോ? ഇവിടെയാണോ നിങ്ങൾ കത്തിവെക്കുന്നത്? നിങ്ങളെ ഉദ്ദേശം ധ്രുവീകരണമാണ്, നിങ്ങളെ ഉദ്ദേശം വെട്ടിമുറിക്കലാണ്. നിങ്ങളിവിടെ ഇന്ത്യയും പാകിസ്ഥാനെയും വിഭജിച്ചതിനേക്കാളും വലിയ കൊടും ക്രൂരതയാണ് നിങ്ങൾ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അന്ധമായ ഈ രാഷ്ട്രീയ പ്രമത്തത മൂലം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കും, മുസ്ലിമീങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കും.
ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കും, മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കും. പരസ്പരമുള്ള കൊണ്ടും കൊടുത്തുമുള്ള ജീവിതമാണ് അത്. ആരാധനാലയങ്ങൾക്ക് ഭൂമി, സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ഇവിടെയാണ് കടക്കൽ കത്തിവെക്കുന്നത്. ഇനി മുതൽ 5 വർഷം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്കും, 5 വർഷം ഇസ്ലാം, ഒരാളിപ്പോ മുസ്ലിമായെന്ന് കരുതുക, മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾക്ക് തോന്നാൻ ഒരു 5 സെന്റ് അവിടെ ഒരു ഭൂമി വഖഫ് ചെയ്യണമെന്ന് പറ്റൂല. പിന്നെയോ 5 വർഷം അയാൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഇവരിപ്പോ നിയമം ഉണ്ടാക്കിയിട്ടുള്ളൂ, ഈ ചട്ടങ്ങൾ ഉണ്ടാക്കും, ചട്ടപ്രകാരം വിശദീകരിക്കും. ആ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, ആ പ്രാക്ടീസിങ് എങ്ങനെയായിരിക്കണം. അങ്ങനെ ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച, പ്രാക്ടീസ് ചെയ്ത, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരാൾക്ക് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലേ, ചെയ്തു എന്നുള്ളത് അയാൾ തെളിയിക്കണം. അയാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വഖഫ് നിരാകരിക്കാം. ഇനി അതൊക്കെ പോട്ടെ, ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്. ഇത് ഇസ്ലാമിക വിരുദ്ധം എന്ന് മാത്രമല്ല, മുസ്ലിം വിരുദ്ധം എന്ന് മാത്രമല്ല, ഇത് മനുഷ്യത്വ വിരുദ്ധമാണോ? നിങ്ങൾ മാനവികതക്കെതിരാണ്, നിങ്ങൾ ഭരണഘടനക്കെതിരാണ്, നിങ്ങൾ പൗരാവകാശത്തിനെതിരാണ്. ഇന്ത്യ രാജ്യത്തൊരു പൗരൻ എന്ന നിലയിൽ എന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമി ആർക്കും കൊടുക്കാം, എനിക്ക് ദാനമായി കൊടുക്കാം, പൈസക്ക് കൊടുക്കാം, അതെന്റെ അവകാശമാണ്. ഒരാള് മുസ്ലിമായി കഴിഞ്ഞാൽ 5 വർഷത്തിന് ഈ അവകാശം നിഷേധിക്കുകയാണ്. ഒരു അമുസ്ലിമിന്, ഇന്ത്യ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു അമുസ്ലിമിന് നിങ്ങൾ ഈ അവകാശം നിഷേധിക്കുകയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്, ഇത് പൗരാവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്, ഇത് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഈ നിയമത്തിനെതിരെ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒറ്റക്കെട്ടായി നിലകൊള്ളണം. തമ്മിലടിച്ച് ഇനിയും ജീവിതം കളയല്ലേ, ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. ഒറ്റക്കെട്ടായി നിൽക്കണം. ഇന്ത്യ രാജ്യത്ത് ആദ്യം ഇരകൾ മുസ്ലിമീങ്ങൾ, പിന്നെ മുസ്ലിമീങ്ങളും ദളിതുകളും പിന്നാക്ക ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഇല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി നിങ്ങളുടെ അവകാശങ്ങൾ മുഴുവനും കവർന്നെടുത്തുകൊണ്ടേയിരിക്കും. ഈ അപകടം തിരിച്ചറിഞ്ഞാൽ നന്ന്, അല്ലെങ്കിലോ ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തുടക്കത്തിലേ പ്രതികരിക്കുക, എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കും. ഞാൻ വളരെ ദുഃഖത്തോടു കൂടി ഒന്ന് പറയട്ടെ, ഈ ബില്ല് നിയമമാക്കുന്നതിന്റെ മുമ്പ് തന്നെ, ഇത് ഭേദഗതി ചർച്ച വന്ന ഉടനെ തന്നെ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനകീയമായ പ്രക്ഷോഭം നടത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ബില്ല് പാർലമെന്റിൽ ചുട്ടെടുക്കാൻ ഫാസിസ്റ്റ് BJP ഭരണകൂടത്തിന് സാധിക്കുകയില്ല. അവിടെയാണ് SDPയുടെ പ്രസക്തി. ഈ ബില്ല് നിയമമാകുന്നതിന്റെ മുമ്പ് ഏത് പാർട്ടികളാണ് തെരുവിലുണ്ടായിരുന്നത്? മുസ്ലിം സംഘടനകൾ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടല്ലോ. പള്ളി, മദ്രസ SDPIക്കാർക്കില്ല. അതൊക്കെ ഇവിടുത്തെ നമ്മളെ സുന്നി, വ്യത്യസ്ത സുന്നി, മുജാഹിദ്, ജമാഅത്ത്, അങ്ങനെയുള്ള സംസ്ഥാന എല്ലാ സംഘടനകളുടെ കീഴിലും പള്ളി, മദ്രസ. ഈ നിയമത്തിന്റെ, ഈ ബില്ലിന്റെ അപകടകരമായ അവസ്ഥ മനസ്സിലാക്കി പള്ളിയും മദ്രസയും ഒന്നുമില്ലാത്ത SDPIക്കാര് ഇതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അതിനുവേണ്ടി സ്വന്തം നേതാക്കന്മാരെ ബലി നൽകാനും സന്നദ്ധമായെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മാർത്ഥതയെ ഇനി ഈ കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ വഖഫ് വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ ഒരമ്മ പെറ്റ മകനും സാധിക്കുകയില്ല. അത്രയും വലിയ ആത്മാർത്ഥതയാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആത്മാർത്ഥത നേരത്തെ തന്നെ സംഘടിതമായി ഒറ്റക്കെട്ടായി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര് ഈ ബില്ല് ചർച്ചക്ക് വരുമ്പം തന്നെ, ഇതെന്തൊക്കെയാണ് 40 ഭേദഗതി എന്നുള്ളത് ചാനലുകളൊക്കെ ആദ്യം ഈ ബില്ലൊന്നും പുറത്തുവിട്ടില്ല കേട്ടോ. ഈ ബില്ലിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടില്ല. പിന്നീടാണ് ഇങ്ങനെ അല്പാൽപമായിട്ട് പുറത്തു വന്നത്. ആ സമയത്ത് എന്തുകൊണ്ട് പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നില്ല? ഇപ്പോഴും നമ്മൾ പറയുന്നത് സുപ്രീം കോടതിയിൽ അവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ജനാധിപത്യപരമായ പ്രക്ഷോഭമൊന്നും വേണ്ട, നമ്മൾ അവിടെ കോടതിയിൽ നമ്മൾ പ്രതികരിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാട്ടോ, കോടതി നിയമപരമായിട്ട് തന്നെയാണ് വിധിക്കൽ, പക്ഷേ കോടതി ജനകീയ വികാരങ്ങൾ നോക്കും. ഇപ്പൊ അടുത്തുള്ള പല വിധികളിലും ജനകീയമായ വികാരം നോക്കിയിട്ടുണ്ട്. ബാബരി മസ്ജിദ് ഏറ്റവും നല്ല തെളിവാണ് കേട്ടോ, ഏറ്റവും നല്ല തെളിവാണ് ബാബരി മസ്ജിദ്. കാരണം ബാബരി മസ്ജിദിന്റെ വിധി ഇങ്ങനെ പറയുമ്പോഴേ വിധി പ്രസ്താവനത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വിധി പറയുമ്പോൾ വളരെ കൃത്യമായി
ഇത് 1528 ബാബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗവർണർ മീർബാക്കി നിർമ്മിച്ച പള്ളിയാണ് എന്ന് രേഖണ്ട്. അതിനുശേഷം 1949 ഡിസംബർ 22 വരെ അവിടെ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് 1949 ഡിസംബർ 22 അർദ്ധരാത്രി. ആ അർദ്ധരാത്രി ഏതാനും ക്രിമിനലുകളായ ആളുകളെ പള്ളിയുടെ പൂട്ട് പൊളിച്ചുകൊണ്ട് മസ്ജിദിന്റെ അകത്ത് കടന്ന് മിഹ്റാബിൽ ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്ന് FIR ഉണ്ട്. അതും കൃത്യമാണ്. അവിടെ നിന്നുകൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് KK നായർ പള്ളി പൂട്ടി, അതും പ്രസ്താവിക്കുന്നു. ശേഷം പള്ളി പൂട്ടിക്കിടക്കുകയാണ്. പിന്നീട് ശിലാന്യാസം നടക്കുന്നു. അവസാനം 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ താടിക കുടങ്ങൾ സംഘപരിവാറിന്റെ ശക്തികൾ തകർത്തു തരിപ്പണമാക്കി. അതും വളരെ വ്യക്തമാണ്. കേസുകളുണ്ട്, എല്ലാം കോടതി പ്രസ്താവിച്ചു. ആ തകർത്തത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞെന്താണെന്നറിയോ? ആ വിധി ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമ്മൾ ഇപ്പം വിധിക്കും അത് മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട, ഈ രാജ്യത്ത് അതിന്റെ അവകാശികൾ മുസ്ലിമീങ്ങൾ തന്നെയാണ്, മറ്റുള്ളവർ ക്രിമിനലുകളാണ്, കുറ്റവാളികളാണ് എന്ന് വിധിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ്. എന്നാൽ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് ആ ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ശ്രീരാമക്ഷേത്രം പണിയാൻ വേണ്ടി അനുമതി നൽകണമെന്നും പള്ളി മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നുള്ള വിധി പ്രസ്താവം വരുന്നത് കാരണം എന്ത്? കാരണം അതുവരെ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി രാജ്യത്തുടനീളം പ്രക്ഷോഭമുണ്ടാക്കി മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി രാജ്യത്തെ ജനങ്ങൾ അതിനൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുകയും മറുഭാഗത്ത് മുസ്ലിമീങ്ങൾക്ക് കാര്യമായ പ്രതിഷേധമില്ല. ആണ്ടിലൊരിക്കൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സംഘടന, ആ സംഘടന ബാബരി മസ്ജിദ് മറക്കാതിരിക്കുക എന്നുള്ള പ്രസ്താവനകളും പോസ്റ്ററുകളും അല്ലാതെ മറ്റു മുസ്ലിം സംഘടനകൾക്കും മതേതര പ്രസ്ഥാനങ്ങൾക്കൊന്നും ഈ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ അതൊന്നും മറന്നുകൂടെ എന്ന് പറയുന്നിടത്തേക്ക് എത്തിയ സാഹചര്യത്തിലാണ് ഇത് മുസ്ലിം സമുദായം വിസ്മരിച്ചു കളഞ്ഞിരിക്കുന്നു. അവർക്കത് കൊടുത്താലും അവർ സ്വീകരിക്കുകയില്ല എന്ന മനോഭാവം ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി തീർത്തതിന് ശേഷം മാത്രമാണ് പ്രിയ സുഹൃത്തേ നിനക്ക് ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടത്. അതിന് ഉത്തരവാദി ആരാണ്? പ്രിയ സുഹൃത്തേ നീ തന്നെയാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം. ബാബരിക്ക് വേണ്ടി ഞാൻ എന്ത് ശബ്ദമുയർത്തി? ഒരിക്കലെങ്കിലും ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ടോ? സ്വയം ചിന്തിക്കുക. എങ്കിൽ അതുപോലെ തന്നെയാണ് വഖഫിന്റെ കാര്യത്തിലും വരാൻ പോകുന്നത്. ഈ വഖഫിന്റെ കാര്യത്തിൽ കോടതി ആദ്യത്തെ പ്രസ്താവന, ആദ്യത്തെ പരാമർശങ്ങൾ അത് നമുക്ക് അനുകൂലമാണ്. നമുക്ക് അനുകൂലമായ വിധി ഉണ്ടാകും. ഇനി നമ്മൾ പ്രക്ഷോഭം നയിക്കേണ്ട. എറണാകുളത്ത് ഒരു വിഭാഗം ആളുകൾ റാലി നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവർ നേതൃത്വം വിളിച്ച് പറയുന്നു റാലി വേണ്ട, എന്നാൽ നമ്മൾ ഏതായാലും ഡേറ്റ് കൊടുത്തല്ലേ, ഒരു പൊതുയോഗം നടത്താം. അങ്ങനെ റാലി വേണ്ട, പ്രതിഷേധം വേണ്ട, ഒന്നും വേണ്ട. കാരണം കോടതിയിൽ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ പ്രതിഷേധങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ജനകീയമായ അഭിപ്രായങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. കോടതിയെയും അത് സ്വാധീനിക്കും. അതുകൊണ്ട് നൈരന്തര്യമായി അവസാനിക്കാതെ ഈ പ്രതിഷേധത്തിന്റെ പ്രതികരണത്തിന്റെ അലയൊലികൾ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ ഉയർന്നുകൊണ്ടേയിരിക്കണം. അത് രാജ്യത്തെ കോടതിയുടെ തീരുമാനത്തെ അത് സ്വാധീനിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തെ 5 വർഷം ഇസ്ലാമിക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ വഖഫ് ഇനി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഈ ക്ലോസ് ഉണ്ടല്ലോ, ഈ ക്ലോസ് അത് വെച്ചുകൊണ്ട് അത് രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അത് ഈ രാജ്യത്തെ പൗരാവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. അത് എന്റെ സ്വത്ത് എനിക്ക് എങ്ങനെയും വിനിയോഗിക്കാം എന്നുള്ള സ്വാതന്ത്ര്യത്തിന്, രാജ്യത്തിന്റെ അഖണ്ഡതക്കും രാജ്യത്തിന്റെ സുഭദ്രതയ്ക്കും എതിരാകാത്ത നിലയിൽ ഏത് മേഖലയിലും മതപരമായ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ആ ഭരണഘടനാപരമായ തത്വങ്ങൾക്ക് എതിരാണ്. ഇനി മൂന്നാമതൊരു അപകടകരമായ ഒരു സംഗതി ഉള്ളത് എന്തെന്നറിയോ? ഇനി മുതൽ ഈ വഖഫ് ബോർഡ് ഉണ്ട്. എന്താ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ? ഈ വഖഫ് ഭൂമികളൊക്കെ പരിപാലിക്കാം. വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുസ്ലിമീങ്ങളുടെ പ്രോപ്പർട്ടി, അവരുടെ പള്ളി, മദ്രസ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടങ്ങുന്ന അവർ വഖഫ് ചെയ്ത ഭൂമി. ഇത് ഇനി പരിപാലിക്കുന്ന ബോർഡിൽ നിർബന്ധമായും 2 പേര് നോൺ മുസ്ലിംസ് ആവണം, മുസ്ലിങ്ങളല്ലാത്തവരാകണം. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ മുസ്ലിമീങ്ങളാകണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോ ഈ ഭേദഗതി വരുന്നതിന്റെ മുമ്പ് നിർബന്ധമാണ് ബാക്കിയുള്ളവരൊക്കെ മുസ്ലിമീങ്ങളാകണമെന്ന്.
ഇപ്പോൾ നിർബന്ധമുണ്ടോ? ഇപ്പൊ അങ്ങനെ ഒരു നിർബന്ധവും ആക്ച്വലി ഇല്ല കേട്ടോ. നേരത്തെ തെരഞ്ഞെടുക്കലായിരുന്നു ബോർഡിലേക്ക്, ഇനി തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, നോമിനേറ്റ് ചെയ്യാം. ആരാ നോമിനേറ്റ് ചെയ്യേണ്ടത്? ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടമാണെങ്കിലോ അവർക്ക് നോമിനേറ്റ് ചെയ്യാം. ആരെ? സംഘികളെ. വഖഫ് ബോർഡ് ഭരിക്കുന്നത് ആര്? സംഘികള്. പള്ളിയും മദ്രസയും ആരുടെ നിയന്ത്രണത്തില്? സംഘികളുടെ നിയന്ത്രണത്തില്. അനുവദിച്ചു കൊടുക്കണോ എന്ന് തലയുണ്ടെങ്കിൽ ചിന്തിക്കുക. നമ്മുടെ കേരളത്തിൽ നിന്നാണ്ട് ആലോചിക്കും, കേരളത്തിൽ ഇപ്പൊ സംഖ്യകളൊക്കെ വരുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അതിന് നമ്മുടെ ഈ മതേതര കക്ഷികളൊക്കെ കൂടി വരുത്തോന്നാണ് എനിക്ക് പേടി. കാരണം തൃശ്ശൂര് എടുത്തതല്ലല്ലോ, കൊടുത്തതല്ലേ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? തൃശ്ശൂര് BJP എടുത്തതൊന്നല്ല, അത് കൊടുത്തതാ. ആരാ കൊടുത്തത്? നമ്മളെ മതേതര കക്ഷികൾ. അവരൊരുമിച്ച് നിന്ന് കഴിഞ്ഞാലോ സുരേഷ് ഗോപി തുന്നമ്പാറും, പിന്നെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവില്ല, കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും സംഘപരിവാറിന് ഉണ്ടാവില്ല. നമ്മൾ കൊടുത്തു, നമ്മൾ തമ്മിലടിക്കുന്നു. എന്നാൽ SDPI പോലുള്ള പ്രസ്ഥാനങ്ങളോ അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് അവരെ എതിർക്കുന്ന, അവരെ ശല്യപ്പെടുത്തുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്നത് UDF ആണെങ്കിലും LDF ആണെങ്കിലും അവിടെ BJP അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ എല്ലാം മറന്നിട്ട് അവരെ പ്രതിരോധിക്കുന്നു. അതാണ് ആത്മാർത്ഥമായ ഫാഷിസ്റ്റ് പ്രതിരോധം. അതിനാർക്കാ കഴിയുക? അതിനവിടെ UDF-നും LDF-നും കഴിയണമെന്നാ ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല. ഞാൻ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഞാൻ കുറ്റപ്പെടുത്തില്ല, നേരെ മറിച്ച് അതിന് കഴിയണം ആത്മാർത്ഥമായ ഫാസിസ്റ്റ്. അപ്പോ അത്തരം ഫാസിസ്റ്റ് സ്വാധീനമുള്ള, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവിടത്തിനേക്കാളും കൂടുതൽ കണ്ണായ സ്ഥലങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപ. ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിൽ 123 പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്ത് അവിടെ അന്യാധീനപ്പെട്ടത്. അപ്പൊ അവിടെ ഇനി വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും നിയമിക്കാൻ പോകുന്നത് ആരാണ്? നോൺ മുസ്ലിമിനെ. ഈ നോൺ മുസ്ലിം അല്ലാത്തവരെ അതാരായിരിക്കും? അവരുടെ ആൾക്കാരായിരിക്കും. ഇത് അനുവദിച്ചു കൊടുക്കണം. ഇതാണ് അപകടകരമായിട്ടൊരു അവസ്ഥ. നാലാമതൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചെയർമാന് മറ്റു അംഗങ്ങളൊക്കെ ഇനി നോമിനേറ്റ് ചെയ്യപ്പെടലാണ്, തെരഞ്ഞെടുക്കലല്ല. നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന് നോമിനേറ്റ്, യോഗി ആദിത്യനാഥിന് തീരുമാനിക്കാം ഇനി ആരാണ് അവിടുത്തെ വഖഫ് കൗൺസിലിൽ ചെയർമാനായി വരേണ്ടത്, അവിടുത്തെ വഖഫ് കൗൺസിൽ അംഗങ്ങളായിട്ട് വരേണ്ടത് ആരൊക്കെയാണ് എന്ന് UP-യിലെ യോഗി ആദിത്യനാഥ് തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പള്ളിന്റെ മദ്രസിന്റെ ഒക്കെ അവസ്ഥ എന്താകും? ഇനി അതിലേറെ വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത്, നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വഖഫ് സംബന്ധമായിട്ടൊരു തർക്കം വന്നു കഴിഞ്ഞാൽ അത് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതി സംവിധാനമുണ്ട്. ആ സംവിധാനം വെച്ചിട്ടാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രൈബ്യൂണലുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ വഖഫ് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ വഖഫ് ട്രൈബ്യൂണലാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതിനെ സംബന്ധിച്ച് ഇവരെന്താ ആരോപണം ഉന്നയിച്ചെന്ന് പറയോ? ഈ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു മതകോടതിയാണ്. അത് മതകോടതിയല്ല. ആ വഖഫ് ട്രൈബ്യൂണലിലെ ജഡ്ജി നമ്മുടെ കേരളത്തിൽ ഇന്നേ വരെ 2 ജഡ്ജിമാർ മാത്രമേ മുസ്ലിമുകളായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു ജഡ്ജിയുടെ യോഗ്യതയുള്ള ജഡ്ജിയായിരിക്കണം. ആ ജഡ്ജിയാണ് വിധി കൽപ്പിക്കുന്നത് ട്രൈബ്യൂണൽ. മറ്റൊരു നുണപ്രചാരണം, ട്രൈബ്യൂണൽ വിധിച്ച ഒരു വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോകാൻ പാടില്ല എന്നാണ്. അങ്ങനെയില്ല. കാരണം ട്രൈബ്യൂണൽ വിധിച്ച പല വിധികളിലും കേരളത്തിലടക്കം ഹൈക്കോടതികളെ സമീപിച്ച ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. പച്ചക്കള്ളമാണത്. ഇനി ആ ട്രൈബ്യൂണലിന് അങ്ങനെ ഒരു അവകാശമില്ല. ഇനി കേസുകൾ പരിഗണിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ആരെങ്കിലും ഒരു പരാതി കൊടുക്കുകയാണ്, ഈ വഖഫ് ഭൂമി അത് വഖഫ് ഭൂമിയല്ല, ഇനി പരാതി കൊടുക്കേണ്ടത് ആർക്കാ? കോടതിക്കല്ല. പിന്നെ ആർക്കാണ്? ജില്ലാ കളക്ടർക്ക്. ജില്ലാ കളക്ടർ ആരാണ്? ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ. ഗവൺമെന്റും വഖഫ് ഭൂമിയും തമ്മിലാണ് ഡിസ്പ്യൂട്ട് എങ്കിലോ തർക്കമെങ്കിലോ അവിടെ നിങ്ങൾ ഇതിലെ ഒരു വൈരുദ്ധ്യം മനസ്സിലാക്കണം. അവിടെ ഈ പരാതി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ പ്രതിനിധിയായ ജില്ലാ കളക്ടർക്കാണ്. ഗവൺമെന്റും വഖഫും തമ്മിലുള്ള ആ തർക്കത്തിൽ വിധി കൽപ്പിക്കേണ്ടത് ആ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ നീതി അവിടെ നിന്ന് കിട്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കല്ല. ഈ
ഇത്തരം അപകടകരമായ ക്ലോസുകളുള്ള, ഇത്തരം അപകടകരമായ ഭേദഗതി ആക്ടുകളുള്ള ഈ നിയമം മുച്ചൂടും അതിന്റെ ആപാദ ചൂടം തുടക്കം മുതൽ ഒടുക്കം വരെ ഈ രാജ്യത്ത് വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടാനും നഷ്ടപ്പെടാനും, അങ്ങനെ വഖഫ് ബോർഡ് എന്ന സംവിധാനം തന്നെ ഇല്ലാതെയായി, വഖഫിന്റെ സംരക്ഷണമില്ലാതെയായി, കഴിയുന്നിടത്ത് മുഴുവനും ഘട്ടം ഘട്ടമായി വഖഫ് ഭൂമികളെ കൊള്ളയടിച്ച് അത് ഗവൺമെന്റിന്റെ അധീനതയിൽ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളുടെ ആരാധനാലയങ്ങള്, ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഇത് മുഴുവനും തകർക്കാനുള്ള നിതാന്തമായ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ നിയമം ഇന്ത്യ രാജ്യത്ത് ചുട്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇന്ത്യ രാജ്യത്ത് വംശഹത്യ രൂപകൽപ്പന ചെയ്തുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് ഗോൾവാൾക്കർ തുടങ്ങി വെച്ച, ഗോൾവാൾക്കറിന്റെ വിചാരധാര പറയുന്ന ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ, ക്രിസ്ത്യാനികളെ, കമ്മ്യൂണിസ്റ്റുകളെ, ദളിതുകളെ രണ്ടാംകിട പൗരന്മാരായിക്കൊണ്ട് ഈ രാജ്യത്ത് അവകാശങ്ങളില്ലാതെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കുന്നവരാക്കി മാറ്റിമറിക്കുന്നതിന് വേണ്ടി, പൗരാവകാശം പോലും ഇല്ലാത്തവരാക്കി മാറ്റിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന സംഘപരിവാറിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നിയമങ്ങളാണ് ഭേദഗതി ആക്ടായി ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമായ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിയമമായിട്ട് കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംഘപരിവാറിന്റെ വംശഹത്യക്കെതിരെ നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട്. ഈ വംശഹത്യയുടെ ഈ ഘട്ടങ്ങളെ പ്രതിരോധിച്ചില്ല എങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങള് ബർമയിലെ മുസ്ലിമീങ്ങളെ പോലെ, സ്പെയിനിലെ മുസ്ലിമീങ്ങളെ പോലെ, റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പോലെ ഒന്നിനും കൊള്ളാത്തവരായി രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നതാണ്. ഈ രാജ്യത്തിന്റെ പൈതൃകമുള്ള, ഈ രാജ്യത്തിന്റെ പാരമ്പര്യമുള്ള, ഈ രാജ്യത്തിന് വേണ്ടി ജീവിതവും ജീവനും സമർപ്പിച്ചിട്ടുള്ള പൂർവഗാമികളുടെ പിൻഗാമികള് അടിമകളെ പോലെ ഈ രാജ്യത്ത് കടിയേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സമരം ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഇത് മൗലികാവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, all persons are equally entitled to freedom of conscience and the right freely to profess, practice and propagate religion. അത് പൗരാവകാശമാണ്, അത് മൗലികമായ അവകാശമാണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനും അവന്റെ മനസ്സാക്ഷി അനുസരിച്ചുകൊണ്ട് ഏത് മതമനുസരിച്ച് ജീവിക്കുവാൻ, അത് പ്രാക്ടീസ് ചെയ്യാൻ, ആ നിയമങ്ങളെ പ്രയോഗവൽക്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 25 ആണ്. എങ്കിൽ ആ ആർട്ടിക്കിൾ 25ന് അക്ഷരാർത്ഥത്തില് കടുത്തു ഞെരിച്ചു കൊല്ലാൻ വേണ്ടിയാണ് സംഘപരിവാർ അധികാരത്തിലേറിയിരിക്കുന്നത്. അനുവദിച്ചു കൊടുക്കണോ എന്ന് ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികള് 1000 വട്ടം ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആർട്ടിക്കിൾ 26 പറയുന്നത് ഈ രാജ്യത്തെ ഏത് ജനവിഭാഗത്തിനും ന്യൂനപക്ഷത്തിനും അവരുടെ ഏത് സ്ഥാപനങ്ങള്, മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും അത് മെയിൻറ്റെയിൻ ചെയ്യുവാനും അത് പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള അധികാരമുണ്ട് എന്ന് പറയുമ്പോ പള്ളികളും മദ്രസകളും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും നിലവിലുള്ള നിയമങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് ആ അധികാരവും അവകാശവും ആ മൗലിക അവകാശങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോ നോക്കുകുത്തികളായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, ഈ നിയമം ഇസ്ലാമിക വിരുദ്ധമാണ്. ഇത് സംഘപരിവാറിന്റെ വംശഹത്യ ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിയമമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രതികരിക്കണം. നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ഉദ്ഘാടന പ്രസംഗത്തില് RSSും സംഘപരിവാരും ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിമീങ്ങളെയും നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയാണ്, വംശഹത്യ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അവരെ ആദർശപരമായി സാംസ്കാരികമായി തകർക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി നാം സമർപ്പിച്ച സംഭാവനകളുണ്ടല്ലോ, കുത്തുബ് മിനാർ, ചെങ്കോട്ട, താജ്മഹൽ, ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ സ്തംഭങ്ങളിലായി ഉയർന്നു നിൽക്കുന്ന പൂർവ്വകാലത്ത് നമ്മുടെ പൂർവികന്മാരുടെ ഭരണപാടവത്തിന്റെ അധികാര സംസ്ഥാപനത്തിന്റെ പ്രതീകങ്ങളായി ഉയർന്നു നിൽക്കുന്ന ഈ മഹത്തായ സ്ഥാപനങ്ങൾ പോലും തകർക്കാനും സ്വന്തമാക്കുവാനും ഇറങ്ങി പുറപ്പെട്ടവർ. നിങ്ങൾക്കറിയോ, വംശവെറിയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറും വംശവെറി, ഷവർമ. ആ ഷവർമയെ അവർ പരിഹസിച്ചത് എന്തിന്റെ പേരിലാണ്? അല്ലെങ്കിൽ ഷവർമ വർമ്മമാരെ കൊല്ലുന്നു, തോമസുമാരെ കൊല്ലുന്നില്ല, മുഹമ്മദ്മാരെ കൊല്ലുന്നില്ല. ഇതെന്തിന്റെ പേരിലാണ്? ഷവർമ
അങ്ങനെ മതം നോക്കിയിട്ട് ആരും കൊന്നിട്ടില്ല. പക്ഷേ ഷവർമ നടത്തുന്നത് അധികവും മുസ്ലിമീങ്ങളാണ്. ആ കടകള് സാമ്പത്തികമായി അവർ മെച്ചമുണ്ടാക്കുന്നു. ഈ അസൂയാണ്, ഈ പകയാണ്, ഈ വംശവെറിയാണ് ഇത്തരം പ്രസ്താവനകളുടെ പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ ദലിതുകളെ, എന്റെ പ്രിയപ്പെട്ട പിന്നാക്കത്തിന്റെ വിഭാഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉദ്ധാരത്തിന് വേണ്ടി, തൊട്ടുകൂടായ്മക്കെതിരെ, തീണ്ടിക്കൂടായ്മക്കെതിരെ സമരമുഖം തുറക്കാൻ വേണ്ടി പാട്ടുപാടി കടന്നു വന്ന വേടനെ പോലും വെറുതെ വിട്ടില്ലല്ലോ. ആ വേടന് ജാതി ഭീകരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേടനെതിരെയും സംഘപരിവാറിന്റെ നേതാക്കന്മാർ കടന്നു വരികയാണ്. അസ്പൃശ്യതയുടെ, ജാതി ഭീകരതയ്ക്കെതിരെ, തൊട്ടുകൂടായ്മക്കെതിരെ, തീണ്ടിക്കൂടായ്മക്കെതിരെ അടിച്ചമർത്തപ്പെട്ട് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധി കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പാട്ടുപാടി പ്രതികരിച്ചപ്പോൾ അതുപോലും ഉൾക്കൊള്ളുവാനുള്ള സഹിഷ്ണുത പ്രബുദ്ധ കേരളത്തിലെ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കില്ലാതെ പോയിട്ടുണ്ട് എങ്കിൽ ഇവിടെയാണ് ഈ സംഘപരിവാറിന്റെ ദളിത് പിന്നാക്ക ജനവിഭാഗങ്ങളോടുള്ള വിരോധവും അവരുടെ ചാതുർവർണ്ണ ബ്രാഹ്മണ വ്യവസ്ഥിതിയിലധിഷ്ഠിതമായി കീഴാളൻ, പാണ്ഡവൻ, പറയൻ, പുലയൻ എല്ലാവരും ഞങ്ങൾക്ക് കീഴിൽ അടിമ വേല ചെയ്യുന്നവരാവണം. അവരവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ മിണ്ടാൻ പാടില്ല. അവർ സമത്വത്തിന് വേണ്ടി മിണ്ടാൻ പാടില്ല. ഈ സിദ്ധാന്തം കൊണ്ടുവരികയാണ് സംഘപരിവാർ. ബുദ്ധിയുണ്ടെങ്കിൽ, തലയിൽ ചാണകമല്ല നിറച്ചിട്ടുള്ളത് എങ്കിൽ, തലച്ചോറുണ്ട് എങ്കിൽ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ടം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. സംഘപരിവാർ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഒന്നൊന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ സോഫിയ ഖുറൈഷിക്കെതിരെയുള്ള പരാമർശം, ഈ രാജ്യത്ത് ഭീകരാക്രമണം നടന്നു. ആ ഭീകരാക്രമണം നടന്ന ആളുകൾക്കെതിരെ അതിശക്തമായി സൈനികമായ മുന്നേറ്റത്തിന് നേതൃത്വം നടത്തിയ ധീരയായ ഇന്ത്യൻ വനിതയാണ് സോഫിയ കേണൽ ഖുറൈഷി എന്ന് പറയുന്നത്. കേണൽ സോഫിയ ഖുറൈഷി. ആ കേണൽ സോഫിയ ഖുറൈഷി ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് സൈനികരെ പറഞ്ഞയച്ച് നേതൃത്വം കെടുത്തി പോരാടി വിജയകരമായ അഭിമാനകരമായ മുന്നേറ്റം നടത്തിയപ്പോൾ ബിജെപിയുടെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? അല്ല, ബിജെപിയുടെ മന്ത്രി എന്താ പറഞ്ഞത്? ബിജെപിയുടെ മധ്യപ്രദേശിലെ മന്ത്രി പറയുന്നത്, സംഘപരിവാർ നേതാവ് പറയുന്നത്, ഞങ്ങളുടെ പെൺകുട്ടികളുടെ സിന്ദൂരം അവരോട് നേരിടാൻ വേണ്ടി അവരുടെ അഥവാ ഭീകരന്മാരുടെ സഹോദരിയെ തന്നെ വിട്ടു എന്ന്. അപ്പോൾ രാജ്യത്തിന്റെ സൈന്യം, ആ സൈന്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന, ത്യാഗം ചെയ്യുന്ന കേണൽ സോഫിയ ഖുറൈഷി ആരായി? ഭീകരന്മാരുടെ സഹോദരിയായി, ഭീകരന്മാരുടെ സഹോദരിയായി. അതെ സഹോദര, ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ത്യാഗം ചെയ്യുന്നുണ്ട്. സൈന്യത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, ജീവാർപ്പണം നടത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ ശല്യാക്രമണത്തിൽ അവിടെ മരിച്ചു വീണത് ഒരു മുസ്ലിം പണ്ഡിതനാണ്. 100 ചില്ലാനും കുട്ടികളെ മദ്രസയിൽ അലിഫും ബാഉം താവും പഠിപ്പിച്ചു കൊടുക്കുന്ന, പരിശുദ്ധ ഖുർആൻ വാക്യം ഉരുവിടാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പാവപ്പെട്ട ഒരു മുസ്ലിം പണ്ഡിതന്, ആ പണ്ഡിതന് രക്തസാക്ഷിയായി പാകിസ്ഥാൻ ആക്രമണത്തിൽ. ഉടനെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞെന്താ അറിയോ? ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ, ഈ സംഘപരിവാറിന് കൊടിലോത്ത് നടത്തുന്നവർ, അവർ പറഞ്ഞെന്താ അറിയോ? ഒരു ഭീകരൻ ആക്രമിക്കപ്പെട്ടു എന്ന്, ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന്. ആരെ കുറിച്ച്? ഒരു ഇന്ത്യൻ പൗരനെ കുറിച്ച്. ആര് കൊന്ന? പാകിസ്ഥാൻ കൊന്ന. ഇതാണോ നിന്റെ രാജ്യസ്നേഹം? ഇതാണോ നിന്റെ ദേശസ്നേഹം? രാജ്യദ്രോഹികളെ, നിങ്ങൾ രാജ്യത്തിന്റെ സൈന്യത്തിനെതിരാണ്. രാജ്യം ഒരു ഘട്ടത്തില് യുദ്ധം തുടങ്ങി, ഒരു ഘട്ടത്തില് രാജ്യത്തിന്റെ സൈന്യം, ആ സൈന്യം തന്നെ അഭിമാനകരമായി ആ യുദ്ധം നിർത്തുകയുണ്ടായി. അത് രാജ്യത്ത് അറിയുന്നത് കൊണ്ടാണ്, ലോകത്ത് അറിയുന്നത് കൊണ്ടാണ്. അവർ ചോരക്കൊതിയന്മാരല്ല, നമ്മുടെ സൈന്യം ചോരക്കൊതിയന്മാരല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തിയപ്പോ ആ സൈന്യത്തിനെതിരെയും സൈന്യാധിപന്മാർക്കെതിരെയും സൈബർ അറ്റാക്ക് നടത്തിയതാരാണ്? അതും സംഘപരിവാറാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം, ഈ വിജയത്തിന്റെ പിന്നിൽ രാജ്യത്ത് മോഡി സർക്കാരല്ല, രാജ്യത്തിന്റെ സൈന്യമാണ്. ഈ പ്രതികരണത്തിന്റെ പിന്നിൽ രാജ്യത്തിന്റെ സൈന്യമാണ്. ഈ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ പിന്തുണ നൽകുന്നവരാണ്. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ മറ്റുള്ള താല്പര്യങ്ങളില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സംഘപരിവാർ ആരാണ്, എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവരും സമർപ്പിക്കുന്നവരും, അവർ നോൺ മുസ്ലിംസ്, അവർ നോൺ ഹിന്ദുസ് ആണെങ്കിൽ, ഹിന്ദുക്കളാണ് എങ്കിൽ, ഹിന്ദുക്കളല്ലാത്തവരാണ് എങ്കിൽ, എന്തല്ല ബ്രാഹ്മണ സംസ്കാരത്തിനോടൊപ്പം നിൽക്കാത്തവരാണ് എങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ അവര് തയ്യാറല്ല. അതുകൊണ്ട് അബ്ദുള്ള കുട്ടിമാരെ, നിങ്ങൾക്കൊന്നും ഒരു സുരക്ഷിതത്വവും ബിജെപിയിലില്ല.
ഏത് സമയത്തും നിങ്ങളും ഭീകരവാദികളാകാം, നിങ്ങളും ഭീകരവാദികളുടെ സഹോദരന്മാരായി മാറാം. രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധമായ നേതൃത്വം കൊടുത്ത ഒരു സൈനിക ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് ഭീകരന്മാരുടെ സഹോദരി എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ ആരോപണം BJP-യിൽ ഇരിക്കുന്നവർക്കും BJP-ക്ക് വേണ്ടി ഇന്നും ആശാന പാടുന്ന സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ പിന്നാലെ പോകുന്ന അടുത്തോടെ MSF-ന്റെ ഒരു കൊണ്ടോട്ടിയോ എവിടെ ഉള്ള ഒരു സംഘായല്ലേ BJP-യിൽ ചേർന്നു പറഞ്ഞു ആവശ്യമില്ലേ? അങ്ങനെയൊക്കെ ഓരോരുത്തർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയൊക്കെ BJP പോകുന്നുണ്ട്. അവരെ കയ്യിൽ കേന്ദ്രഭരണല്ലേ, ഞങ്ങളെ കച്ചവടം നടക്കണമെങ്കിൽ ഓരോ പിന്നാലെ പോകണമെന്ന്. കച്ചവടമല്ലേ നടക്കുക, അവസാനം ചണ്ടി. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കേണ്ടവർക്ക് ഇഷ്ടമല്ലടോ, നിങ്ങൾക്ക് അന്തസ്സുള്ള ജീവിതം അവർക്ക് ഇഷ്ടമല്ല. അവസാനം വരും നിങ്ങളുടെ അടുത്തേക്ക് ED-യും BD-യും കോടിയും ഒക്കെ. അതിനെ ചെറുക്കാൻ നിങ്ങൾക്കും നിങ്ങളെ പോലെയുള്ള ചേമ്പും തണ്ടുകൾക്ക് കഴിയില്ല. അത് ആൺകുട്ടികൾക്കേ കഴിയുള്ളൂ. NIA വന്നാലും ED വന്നു കഴിഞ്ഞാലും അതിനെതിരെ ജനാധിപത്യപരമായി നിലനിൽക്കാനും അവിടെ ജയിലറയെങ്കിൽ ജയിലറയിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാനും പോരാടാനും സമരം ചെയ്യുവാനും ആൺകുട്ടികൾക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും BJP പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ, പോയിട്ടുണ്ട് എങ്കിൽ മെല്ലെ തല ഊരാണ് ഏറ്റവും നല്ലത്. മതനിരപേക്ഷ കക്ഷികളുടെ കൂടെ നിൽക്കുക, പ്രത്യേകിച്ച് STP-യുടെ കൂടെ നിൽക്കുക. എന്നാൽ ആത്മാർത്ഥമായി നിങ്ങളുടെ കൂടെ നിൽക്കാനും അവരുണ്ടാകും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ രാജ്യത്ത് വഖഫ് സംരക്ഷണം അത് ഭരണഘടനയുടെ സംരക്ഷണമാണ്, ഈ ഇസ്ലാമികമായ മൂല്യങ്ങളുടെ സംരക്ഷണമാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് മുസ്ലിം സഹോദരങ്ങളോട് ഞങ്ങൾ പറയുന്നു, സഹോദരിമാരോട് പറയുന്നു, നിങ്ങൾ ഈ വഖഫ് സംരക്ഷിക്കൽ നിങ്ങളുടെ മതപരമായ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ജീവൻ സമർപ്പിക്കേണ്ടി വന്നാൽ ജീവൻ സമർപ്പിക്കേണ്ടത് മതപരമായ ബാധ്യതയാണ്. അതിനുവേണ്ടി ത്യാഗം ചെയ്യേണ്ടത് മതപരമായ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കേണ്ടതും അത് മതനിരപേക്ഷ കക്ഷികളുടെയും മുസ്ലിങ്ങളടക്കം എല്ലാവരുടെയും ബാധ്യതയാണ്. ഭരണഘടനയെ തകർക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി, രാജ്യത്തിന്റെ നന്മ എന്ന് പറയുമ്പോൾ ഒത്തക്കുത്തക രാജ്യത്തിന്റെ അവകാശം ഞങ്ങൾക്കാണെന്ന് പറയുന്ന സംഘപരിവാറിന്റെ കരങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കലാണ് ഏറ്റവും വലിയ രാജ്യ നന്മ, ഏറ്റവും വലിയ രാഷ്ട്ര നന്മ, ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിന് വേണ്ടി സമരഗോതയിൽ, സേവനഗോതയിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി അവസരം നൽകിയ ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.